ഹലോ ഗൈസ്, വെൽക്കം ടു MFC ക്രിയേഷൻസ്. ഇപ്പോൾ കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ ലെഫ്റ്റ് ജോയിനെ കുറിച്ചും റൈറ്റ് ജോയിനെ കുറിച്ചിട്ടാണ് ഡിസ്കസ് ചെയ്തത്. ഓക്കെ, സോ ഈ വീഡിയോയിൽ നമ്മൾ ഫുൾ ഔട്ടർ ജോയിനെ കുറിച്ചിട്ടാണ് പറയാൻ പോകുന്നത്. ഓക്കെ, സോ നമ്മൾ ഇന്നർ ജോയിനെ കുറിച്ച് പറഞ്ഞു, അതായത് രണ്ട് ടേബിളിൽ നിന്നും മാച്ചിങ് ആയിട്ടുള്ള ഡാറ്റ മാത്രം ഫെച്ച് ചെയ്യും. ഓക്കെ, സോ നമ്മൾ ലെഫ്റ്റ് ജോയിനെ കുറിച്ച് പറഞ്ഞപ്പോൾ ലെഫ്റ്റ് ടേബിളിലുള്ള ഫുൾ ഡാറ്റയും റൈറ്റ് ടേബിളിൽ നിന്ന് മാച്ചിങ് ആയിട്ടുള്ള മാത്രം ഡാറ്റ എടുക്കും. ഓക്കെ, റൈറ്റ് ജോയിൻ പറഞ്ഞപ്പോൾ നമ്മൾ റൈറ്റ് ടേബിളിലുള്ള ഫുൾ ഡാറ്റ, ദെൻ ലെഫ്റ്റ് ടേബിളിൽ നിന്ന് മാച്ചിങ് ആയിട്ടുള്ള ഡാറ്റ മാത്രം. ഓക്കെ, ദെൻ നമ്മൾ ഫുൾ ഔട്ടർ ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് രണ്ട് ടേബിളിലെയും ഫുൾ ഡാറ്റയും കിട്ടും. അത് മാച്ചിങ് ആയതും കിട്ടും, മാച്ചിങ് അല്ലാത്തതും കിട്ടും. ഓക്കെ, സോ അതെങ്ങനെയാണെന്ന് നോക്കാം. സോ ഈ സെയിം ക്വറിയിൽ തന്നെ നമുക്ക് റൈറ്റ് ജോയിന് പകരം നമുക്കിവിടെ ഫുൾ ഔട്ടർ ജോയിൻ എന്ന് കൊടുത്ത് എൻ്റർ അടിച്ചു കഴിഞ്ഞാൽ ഇപ്പോൾ നമ്മുടെ ലെഫ്റ്റ് ടേബിളിലുള്ള ഫുൾ ഡാറ്റയുണ്ട്, റൈറ്റ് ടേബിളിലുള്ള ഫുൾ ഡാറ്റയുണ്ട്. ഓക്കെ, സോ ഇവിടെ റൈറ്റ് ടേബിളിൽ 3 ഡാറ്റയേ ഉള്ളൂ, അതുകൊണ്ടാണ് നമുക്ക് ഇവിടെ മാച്ചിങ് അതിലുള്ള 3 ഡാറ്റ മാത്രം കിട്ടി. സപ്പോസ് നമ്മുടെ കഴിഞ്ഞ വീഡിയോയിൽ ഡിസ്കസ് ചെയ്ത പോലെ ഈ എംപ്ലോയീസ് അഡ്രസ് ടേബിളിൽ മാച്ച് ആവാത്ത ഒരു റെക്കോർഡും കൂടെ ഉണ്ടെങ്കിൽ നമുക്ക് അതുകൂടെ ഇതിൻ്റെ കൂടെ കിട്ടും. അപ്പോൾ ഇങ്ങനെയായിരിക്കും ഇതിൻ്റെ ഒരു എൻഡ് റിസൾട്ട് വരെ. അതായത് ആദ്യം നമുക്ക് മാച്ചിങ് ആയിട്ടുള്ള എല്ലാം ഉണ്ടാകും, സോ അതിൻ്റെ കൂടെ തന്നെ എംപ്ലോയീസ് ടേബിളിലുള്ള ബാക്കി ഡാറ്റ ഉണ്ടാവും, അതുപോലെ തന്നെ എംപ്ലോയീസ് അഡ്രസ് ടേബിളിലും ബാക്കിയുള്ള ഡാറ്റ ഉണ്ടാവും. ഓക്കെ, സോ ഇങ്ങനെയാണ് നമുക്ക് ഫുൾ ഔട്ടർ ജോയിൻ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അതിൻ്റെ റിസൾട്ട് വരുന്നത്. സോ അതായത് ലെഫ്റ്റ് ടേബിളിലുള്ള ഫുൾ ഡാറ്റയും ഉണ്ടാവും, റൈറ്റ് ടേബിളിലുള്ള ഫുൾ ഡാറ്റയും നമുക്ക് ഫുൾ ഔട്ടർ ജോയിൻ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്നതാണ്. അപ്പോൾ ഈ വീഡിയോയിൽ ഇത്ര പറയുന്നുള്ളൂ. അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.